എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നുള്ളത്. എന്നാലോ 10 വർഷത്തെ പ്രണയത്തിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് കൊറോണ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് 100 പേരടങ്ങുന്ന വളരെ ചെറിയൊരു ഫംഗ്ഷനായിട്ട് നമ്മുടെ കല്യാണം ചുരുങ്ങി. ആ കൊറോണ കാലഘട്ടത്തിൽ പോലും കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താൻ ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. എന്തോ അത് നടന്നില്ല. എന്നാലും ഞാൻ എൻ്റെ സ്വപ്നം കൈവിട്ടില്ല. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അസുലഭ നിമിഷമാണ് നിങ്ങളീ കാണുന്നത്, നമ്മുടെ ഗുരുവായൂർ വെഡ്ഡിങ്. അതെപ്പോഴാണെന്നല്ലേ? കല്യാണം കഴിഞ്ഞ് മോളെയും കൊണ്ട് ചോറൂണിനാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോകുന്നത്. അന്നും എൻ്റെ മനസ്സിൽ ഈ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അന്ന് നമുക്ക് മാലയിടാൻ പറ്റിയില്ല. എന്നാലോ നമുക്ക് രണ്ടാമത് കുഞ്ഞാവേയും ജനിച്ചതിന് ശേഷം അവൻ്റെ ചോറൂണിന് പോയപ്പോഴാണ് നമുക്ക് ആ സുലഭ നിമിഷം ധന്യമായി കൈ കിട്ടിയത്. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെ ധന്യമായിട്ട് എൻ്റെ ചേച്ചിയുടെ മക്കളും ചേച്ചിയും അമ്മയും അമ്മായിയമ്മയും എല്ലാവരുമായിട്ട് ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ഹാപ്പി വെഡ്ഡിങ്, ഒരു ഹാപ്പി ഇവൻ്റായിരുന്നു അത്. എൻ്റെ മനസ്സിൽ മറക്കാനാവാത്ത ഓർമ്മകളിൽ ഒരെണ്ണമാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട ഈ ദിവസം. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ സാക്ഷിയാക്കി അതേ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് വീണ്ടും വിവാഹിതരായി.